തലശ്ശേരി കണ്ണിച്ചിറ ഗാർഡൻസ് അപ്പാർട്ട്മെന്റിൽ നിന്നും ഉയരുന്ന കൂട്ട നിലവിളി. കുതിച്ചുയരുന്ന ആംബുലൻസുകളും അഗ്നിശമന സേനാംഗങ്ങളും അപ്പാർട്ട്മെന്റിന് ചുറ്റുമുള്ളവർക്ക് പരിഭ്രാന്തത പരത്തി. ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നടന്ന മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിരുന്നു അത്. വൈകിട്ട് 4 മണിയോടെയാണ് ഗാർഡൻസ് അപ്പാർട്ട്മെന്റിലെ ജാസ്മിൻ ബ്ലോക്കിൽ ഷെല്ലാക്രമണവും ഇതേ തുടർന്ന് തീപിടുത്തവും ഉണ്ടായത്. വൈകിട്ട് 4 മണിയോടെയാണ് ഗാർഡൻസ് അപ്പാർട്ട്മെന്റിലെ ജാസ്മിൻ ബ്ലോക്കിൽ ഷെല്ലാക്രമണം ഇതേ തുടർന്ന് തീപിടുത്തവും ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് നഗരസഭ സൈറൽ മുഴക്കി. പോലീസും അഗ്നിശമന സേനകളും മെഡിക്കൽ ടീമുകളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. അഗ്നിശമന സേനാംഗങ്ങൾ ബ്ലോക്കിലെ താമസക്കാരെ ഒഴിച്ചുവിട്ടു. 8 നിലയിലുള്ള കെട്ടിടത്തിൽ കൂടുതൽ അപകടമുണ്ടായ 4-ാം നിലയിൽ 2 പേർ മരണപ്പെട്ടു. 5-ാം നിലയിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ, 3-ാം നിലയിൽ 2 പേർ നിസാര പരിക്കുകളുടെയും കുരുങ്ങിക്കിടന്നു. അപകടത്തിൽപ്പെട്ടവരെ അഗ്നിശമന സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ചേർന്ന് ആംബുലൻസിൽ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റി. തലശ്ശേരി തഹസിൽദാർ എം വിജേഷിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പോലീസ് സംഘത്തിന് SI-മാരായ പ്രക്ഷോഭ് ധനേഷ്, AS അഖിലേഷ്, CPO-മാരായ അരുൺ ഷിജിൻ എന്നിവർ നേതൃത്വം നൽകി. അസിസ്റ്റന്റ് ഓഫീസർ CV ദിനേശൻ, B ജോയ്, നിഖിൽ എന്നിവരാണ് അഗ്നിശമന സംഘത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല ഡിഫറന്റ് വളണ്ടിയറായി ആതിഥ്യം പ്രവർത്തിച്ചതും വേറിട്ട കാഴ്ചയായി. 1971 ഇന്ത്യ-പാക് യുദ്ധസമയത്താണ് രാജ്യം മുഴുവൻ ഇതുപോലെ മോക്ക് ഡ്രിൽ നടന്നത്. അതിനുശേഷം ഇത്ര വിപുലമായി ആധുനിക സംവിധാനങ്ങളോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം മോക്ക് ഡ്രിൽ നടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.